ഇത് അതിപുരാതനമായ നമ്മുടെ രജനിയുടെ കുടുംബ വീടാണ്. 100 വർഷത്തോളം പഴക്കമുള്ള അറയും നിരയുള്ള വീടാണ്. അവിചാരിതമായിട്ട് ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ എത്താനും രതിയുടെ വീട്ടിലെത്താനും രജനിയുടെ വീട്ടിലെത്താനും ഞങ്ങൾക്ക് ഇവിടെ കാല് കുത്താനുള്ള ഭാഗ്യം ഉണ്ടാക്കി തന്ന രജനിക്കും രജനിയുടെ അപ്പച്ചി ഇവിടെ ഉണ്ട്, ചിറ്റപ്പനുണ്ട്. അത്രയും വർഷം പഴക്കമുള്ള ഈ വീട് ഇപ്പം കാണാനില്ല എങ്ങും. എങ്കിലും നിങ്ങളൊന്ന് നോക്കിയേ, എന്ത് ഭംഗിയാന്ന് നോക്കിയേ. രജനിയുടെ അപ്പച്ചിയാണിത് കേട്ടോ. ഇത് ചിറ്റമ്മ, ഇത് ചിറ്റമ്മ, ഇത് ചിറ്റപ്പന്. പിന്നെ കണ്ടോ, നിങ്ങൾ കണ്ടോ, അപ്പൂപ്പനും അമ്മൂമ്മയാണ് രജനിയുടെ. ഈ വീട്ടില് ഇതെല്ലാം ഒന്ന് നോക്കിക്കോ നിങ്ങൾ. ഇത്രയും സംഭവങ്ങളുമായിട്ട് ഇന്ന് കാണാൻ പറ്റാത്ത പുതുതലമുറയ്ക്ക് ഇതൊരു അത്ഭുതമാണ്. അത്രയും പഴക്കമുള്ള 100 വർഷം പഴക്കമുള്ള വീടാണ്. രജനിയുടെ അച്ഛനും ഉണ്ട് ഇവിടെ, എല്ലാവരും ഉണ്ട് ഇവിടെ, ഞങ്ങളും ഉണ്ട് ഇവിടെ. ഞങ്ങൾ 4 പേരും. എന്ത് ഭംഗിയാന്ന് നോക്കിയ ഗൈസ്. നിങ്ങൾ ഇതൊക്കെ കാണാൻ വരണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഇതാണ് ഞങ്ങളുടെ ദത്തപുത്രി രജനി. ഹായ്. ഇവിടെ കുടുംബമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ സിന്ധു ഉണ്ട്, കണ്ടോ ഗൈസ്, നിങ്ങൾ കാണുന്നുണ്ടോ ഞങ്ങളുടെ ഇത്. പിന്നെ ഞങ്ങളുടെ പ്രിയപുത്രൻ ഇവിടെ തുളസിത്തറയുണ്ട്. ഇവിടെ ഞങ്ങളുടെ മുരളിപ്പിള്ളയുണ്ട്. ഇത്രയും വർഷം പഴക്കമുള്ള ഈ വീടൊന്ന് നോക്കിയേ. കണ്ടോ ഇവിടെ കണ്ടോ, നിങ്ങൾ കാണുവീൻ. ഇതെന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. ഇവിടെ അപ്പൂപ്പനൊക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ള 100 വർഷത്തിന് മുമ്പുള്ള അപ്പൂപ്പനൊക്കെ താമസിച്ചിരുന്ന വീടുണ്ട്. ഇവിടെ ഒരു പണ്ടാരച്ചാവുണ്ട്. പണ്ടത്തെ കാലത്ത് ഇവിടെ ഈ ചിക്കൻ ബോക്സിന് മുമ്പുണ്ടായ ഒരു സംഭവം ഉണ്ടായപ്പം അമ്പോറ്റി അപ്പൂപ്പനുണ്ടായിരുന്നു. ആ അമ്പോറ്റി അപ്പൂപ്പന് ഇവിടെ ഇങ്ങനെ അസുഖമായി കഴിഞ്ഞപ്പം ആ പുള്ളിക്ക് മരണം അറിയാമായിരുന്നു. അപ്പോൾ അങ്ങനെ പുള്ളി സ്വന്തമായിട്ട് കുഴി കുത്തി അതിനകത്ത് തന്നെ സമാധിയായ ഭാഗമാണത്. രവീന്ദ്രൻ നായരാണ് അദ്ദേഹത്തിൻ്റെ പേര്. പിന്നെ നമുക്കൊന്നും കയറാൻ പറ്റാത്ത വേറൊരു കാരണം, നന്നൂരമ്പലത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയ ഒരു അറയുനിരയുണ്ട്. ദേവിയുടെ പ്രതിബിംബം ഈ അറയ്ക്കകത്തുണ്ട്. ഇവിടെ ആരും കയറാറില്ല, ഇങ്ങനെ കാണാനേ പറ്റത്തുള്ളൂ ഗായ്സ്. നിങ്ങളെല്ലാവരും കണ്ടോളെ. കണ്ടല്ലോ ഗായ്സ്. ഹായ് ഗായ്സ്. അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത എത്തുന്നതായിരിക്കും. എത്ര വർഷം പഴക്കമുണ്ട് നമ്മുടെ ഈ വീടിന്? എത്ര വർഷമുണ്ട് ജയ് വഴക്കം? 35 വർഷമെങ്കിലും ആയി.